ബ്ലെസ്സിങ് ട്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇന്ന് സന്തോഷത്തോടു കൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം ആകാശത്തു നിന്ന് മുൻമഴയാലും പിന്മഴയാലും അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പോലെ ദൈവികമായ അനുഗ്രഹങ്ങൾ ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്ന ഒരു കീ സ്പോൺസറാണ് കണ്ണൂരിൽ നിന്ന് ജാനറ്റ് ആൻറ്റിയാണ്. താങ്ക് യു. ഇന്ന് കൊച്ചുമകൻ ഡിയോൺ ക്രിസ്റ്റഫറിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ഡിയോൺ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൻ ഡിയോൺ ക്രിസ്റ്റഫറിൻ്റെ നീറ്റ് എക്സാമിന് ഉയർന്ന മാർക്ക് ലഭിക്കുവാൻ, മകൻ കെവിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് കോ സ്പോൺസേഴ്സ് ഉണ്ട്. എറണാകുളത്ത് നിന്ന് നീഷയാണ്. താങ്ക് യു സിസ്റ്റർ നീഷ. ഇന്ന് ഭർത്താവ് വിവേകിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ബ്രദർ വിവേക്. അപ്പോൾ തന്നെ ജൂൺ 22 നീഷയുടെ ജന്മദിനമായിരുന്നു. ബിലേറ്റർ ഹാപ്പി ബർത്ത്ഡേ നീഷ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത രോഗശാന്തിക്കായി, ആരോഗ്യത്തിനായി, നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി നന്ദി കർത്താവെ. തലമുറകളെ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവെ നീഷയ്ക്ക് കാനഡയിൽ വാൻകൂവറിൽ ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ കൃപയും അനുഗ്രഹവും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു കോ സ്പോൺസർ കൂടിയുണ്ട്, ടെക്സസ് ഇന്ന് സിസ്റ്റർ ജെസ്സിയാണ്. താങ്ക് യു ജെസ്സി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മെയ് 11 കൊച്ചുമകൻ അമേലിയ മോളിൻ്റെ ജന്മദിനമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ അമേലിയ മോൾ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്ന് കൊച്ചുമകൻ ഇസബെല്ല മോളിൻ്റെ ഇന്ന് കൊച്ചുമകൾ ഇസബെല്ല മോളിൻ്റെ ജന്മദിനമാണ്. അടുത്ത കൊച്ചുമോളാണ് ഇസബെല്ല മോൾ. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ജൂൺ 24 രഞ്ജു മോളിൻ്റെ ജന്മദിനമാണ് വരാനായിട്ട് പോകുന്നത്. ഹാപ്പി ബർത്ത്ഡേ രഞ്ജു മോൾ ഇൻ അഡ്വാൻസ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ മകൻ്റെയും മകളുടെയും കുടുംബം അനുഗ്രഹം പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ ആ ഭവനത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് ഞങ്ങൾ എല്ലാവരെയും ചേർത്ത്, അമേലിയെ, ഇസബെല്ലയെ, രഞ്ജുവിനെ, ഈ 3 പെൺകുഞ്ഞുങ്ങളെ ഞങ്ങളിപ്പോൾ ചേർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത് സ്പോൺസർ ചെയ്തവരുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് വെച്ചിട്ടാണ്. ഫ്രൈഡേ സാധാരണ നമ്മൾ നടക്കുന്ന പോലെ തന്നെ ദുബായിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സാറ്റർഡേ നമുക്ക് ഖത്തറിൽ ദോഹയിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും ഇപ്പോൾ കാണാൻ സാധിക്കും. ദയവായി കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവുമായിട്ട് ബ്രദർ ഡാമിൻ വെയിറ്റ് ചെയ്യുകയാണ്. വേഗത്തിൽ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദ ലാസ്റ്റ് ചാപ്റ്റർ. ഇന്ന് ഈ ഒരാഴ്ച കൊണ്ട് ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോകുകയാണ്. അങ്ങനെ ഫിലിപ്പ് ലേഖന പഠന പരമ്പര ഈ ആഴ്ചയിൽ അവസാനിക്കുക. ഐ എം റിയലി എക്സൈറ്റഡ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻസ്, യുവർ കൺസിസ്റ്റൻസി ആൻഡ് പെർസിവിയറൻസ്. നിങ്ങളെല്ലാവരും ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ ഇത് കണ്ടു, കേട്ടു, നോട്ട്സ് എഴുതി, പഠിച്ചു, മറ്റുള്ളവരെ പഠിപ്പിച്ചു, ധ്യാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. അതാണ് എൻ്റെ എൻകറേജ്മെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് പോകാം. 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ചില വചനങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. പ്രിയമുള്ളവരെ, കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദുക്കയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായ ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ഈ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പേഴ്സണൽ ടച്ച് കൊണ്ടുവരുന്നുണ്ട്. തൻ്റെ കാര്യങ്ങൾ പറയും, അവിടെയുള്ള ചില ആളുകളുടെ പേരെടുത്ത് പറയും, അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നു, അവർക്കായി പ്രാർത്ഥിക്കുന്നു, അവരെ കാണാൻ വാഞ്ചിക്കുന്നു. സോ Paul was a people person.
ജനങ്ങളുമായി ഇടപെട്ട് ജനങ്ങളുമായി ഒത്തുചേർന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ്. യേശു അങ്ങനെ തന്നെയായിരുന്നല്ലോ. യേശുവിനെക്കുറിച്ച് ആളുകൾ പരാതി പറഞ്ഞ ഒരു കാര്യം, ഈ പാപികളുടെയും ചുങ്കക്കാരുടെയും വീടുകളിൽ പോയി അവരുമായി തിന്ന് കുടിച്ച് നടക്കുന്ന യേശു. ജീസസ് വാസ് എ സോഷ്യൽ ജീസസ്. അപ്പോൾ നമ്മൾ ഈ പില്ലാർ സെയിൻസ് എന്ന് പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും. ഒരു സമയത്ത് ഒരു കാലഘട്ടത്തിൽ ക്രിസ്തീയ വിശുദ്ധന്മാർ അവർ വിചാരിച്ചു ജനങ്ങളുമായൊക്കെ നിരന്തരം ഇടപഴകിക്കഴിഞ്ഞാൽ അവരുടെ അൺഹോളിനെസ്, അവരുടെ പാപം അവരുടെ മേൽ പറ്റിയിട്ട് അശുദ്ധമായി പോകും എന്ന് വിചാരിച്ച് വലിയ പില്ലറുകൾ ഉണ്ടാക്കി പില്ലറുകളുടെ മുകളിൽ അവരിങ്ങനെ പെർച്ച് ചെയ്തിരുന്നു, പക്ഷികളെ പോലെ. അപ്പോൾ ആളുകൾ ആരെങ്കിലും കാണാൻ വരുവാണെങ്കിൽ താഴെ പില്ലർ, വലിയ തൂണിൻ്റെ മുകളിലാണ് ഇവരിയ്ക്കുന്നത്. പില്ലർ സെയിൻസ് എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്, ചരിത്രത്തിലുണ്ട്. നമ്മളെ ആരെയും കർത്താവ് അതിനു വേണ്ടിയല്ല വിളിച്ചത്. നമ്മൾ പില്ലാർ സെയിൻസായി ജനങ്ങളിൽ നിന്നും മാറി എവിടെയെങ്കിലും നോ. യേശു ജനങ്ങളുടെ പാപികളുടെ ഇടയിൽ പാർത്തു, പക്ഷേ അവൻ പവിത്രൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ എന്നാണ് അറിയപ്പെട്ടത്. എനിവേ, ഈ 4th ചാപ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ അവരവരായി നമ്മളെ തന്നെ അച്ചടക്കത്തിൽ ജീവിക്കേണ്ട, ശിക്ഷണം നടത്തേണ്ട കാര്യങ്ങൾ, പല മേഖലകളിൽ അത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമാണ് മെയിൻറ്റെയിനിങ് പീസ് ഇൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ലൈഫ്. വ്യക്തിപരമായ ജീവിതത്തിലും കൂട്ടായ്മയിലൊക്കെ സമാധാനം നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷ് കൂടെ വായിക്കുവാണെങ്കിൽ ആദ്യം മുതൽ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഒരു യൂണിറ്റിക്ക് വേണ്ടി, ഐക്യതയ്ക്ക് വേണ്ടി നിലകൊള്ളണം എന്നാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. Therefore, my brothers, you whom I love and long for, my joy and crown, that's how you should stand firm in the Lord, dear friends. ഇവിടെ തുടങ്ങുന്നത് അതുകൊണ്ട്, therefore എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ട്? 3-ാം അധ്യായത്തിൽ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് അവർ അതുകൊണ്ട്, അതിലെന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ 3-ാം അധ്യായത്തിൽ? ക്രൂശിൻ്റെ ശത്രുക്കളായിട്ട് ഒത്തിരി പേര് നടക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, വിശ്വാസികളുടെ പൗരത്വം സ്വർഗത്തിലാണ്, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് പിന്നെ പറയുന്നുണ്ട്, കർത്താവ് വീണ്ടും പ്രത്യക്ഷമാകാൻ പോകുകയാണ്, ആ സമയത്ത് നമുക്ക് പുതിയ ശരീരങ്ങൾ ലഭിക്കും. അതുകൊണ്ട് ആണ് ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. അതായത് ഈ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 3 പ്രാവശ്യം അദ്ദേഹം ഇൻ ദ ലോർഡ്, കർത്താവിൽ 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 എന്ന് പറയുന്നുണ്ട്. ഒന്ന്, സ്റ്റാൻഡ് ഫേം ഇൻ ദ ലോർഡ്, കർത്താവിൽ ഉറച്ചു നിലനിൽപ്പിൻ. അടുത്തത്, എഗ്രി വിത്ത് ഈച്ച് അതർ ഇൻ ദ ലോർഡ്, മറ്റുള്ളവരുമായി ഐക്യതയിൽ പോകുവിൻ, കർത്താവിൽ ഐക്യമത്യത്തോടെ ജീവിക്കുക. റിജോയ്സ് ഇൻ ദ ലോർഡ്, കർത്താവിൽ സന്തോഷിപ്പിൻ, 4-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. Therefore stand firm in the Lord. അതുകൊണ്ട് കർത്താവിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. വെറുതെ ഉറച്ചു നിൽക്കാനല്ല, കർത്താവിൽ ഉറച്ചു നിൽക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കർത്താവിൽ. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ, ഇൻ ദ ലോർഡ്, കർത്താവിൽ കർത്താവിൽ കർത്താവിൽ. എല്ലാവരും ടൈപ്പ് ചെയ്തിടുക. ഒത്തിരി പേര് ബിസി ആയിട്ട് ടൈപ്പ് ചെയ്യുക, എഴുതുക, പറയുക കർത്താവിൽ. ഈ കർത്താവിൽ എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ എന്ന് പറയുന്ന പോലെ അത് നമ്മുടെ അഡ്രസ്സാണ്, നമ്മുടെ മേൽവിലാസമാണ്. കർത്താവിലാണ് ഞാൻ ജീവിക്കുന്നത്. സോ ദ ലോർഡ് ഈസ് മൈ അഡ്രസ്. ഇനി ഈ ഉറച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ ആരാണ് ഉറച്ചു നിൽക്കുന്നത്? ഈ ഭയങ്കര ഒരു കൊടുങ്കാറ്റിൻ്റെ ഒരു അന്തരീക്ഷം, ഭയങ്കര കൊടുങ്കാറ്റ്. ആ സമയത്ത് ഭയങ്കര ഉയരത്തിൽ പൊക്കത്തിൽ നിന്നിരുന്നൊരു ഓക്കുമരം വേരോടെ പറഞ്ഞ് ഒരൊറ്റ വീഴ്ച വീണു, തല്ലി അലച്ച് നിലംപൊത്തി അങ്ങ് വീണു. ആ സമയത്ത് അടുത്ത് തന്നെ ഒരു മുളന്തണ്ട്, ഒരു മുള. അത് ഓക്കുമരം വെച്ച് നോക്കുമ്പോൾ വണ്ണം കുറവാ, ഫ്ലെക്സിബിളാണ്, കാറ്റിലിങ്ങനെ ആടും. പക്ഷേ ആ ബാമ്പ് അവിടെ തന്നെ നിന്നു. ഇത്രയും കണ്ടെത്താത്ത ഉയരത്തിൽ നിൽക്കുന്ന ഓക്കുമരം നിലം പൊത്തിയപ്പോൾ ഈ മുളന്തണ്ട് അതുപോലെ തന്നെ നിന്നു. അതിന് കാരണം ചെന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ മുളയോട് എന്ന് ചോദിക്കണേ, എന്തുകൊണ്ടാണ് മുള വീഴാതിരുന്നത്? ഇത്രയും വലിയ വമ്പനൊക്കെ വീണപ്പോൾ നീ എങ്ങനെ പിടിച്ചു നിന്നു എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ഈ മുള പറയുകയാണ്, ഐ ബെൻഡ്, ഐ ഡോണ്ട് ബ്രേക്ക്. ഞാൻ ഈ കാറ്റിൽ വളഞ്ഞു കൊടുക്കും, പക്ഷേ ബ്രേക്ക് ആവില്ല, അതങ്ങനെ നിൽക്കും. ഇതാണ് വ്യത്യാസം.
അപ്പം കാറ്റിൽ ഉലയാം, ഒരല്പം ഉലച്ചിലൊക്കെ വന്നേക്കാം, പക്ഷേ പൊട്ടി ഒടിഞ്ഞ് തകർന്ന് പോകരുത്. നിങ്ങൾ നിലനിൽക്കണം. കർത്താവിൽ നിലനിൽപ്പിൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കർത്താവിൽ നിലനിൽപ്പിൻ. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ റിജിഡായിട്ട് ഇങ്ങനെ അപ്ടൈറ്റായിട്ട് നിൽക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. കാറ്റിലൊക്കെ ഒരു അല്പം ഉലച്ചിൽ വന്നാലും വേര്, ഈ മുളകളുടെ റൂട്ട് സിസ്റ്റം അറിയാമോ? മുളകളുടെ റൂട്ട് സിസ്റ്റം ഭയങ്കരമാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഞാൻ ജനിച്ചു വളർന്ന വീടിൻ്റെ സൈഡിലായിട്ട് ഒരു മുള വളരുന്ന ഒരു തോടുണ്ട്. ആ തോടിൻ്റെ അപ്പുറത്തായിട്ട് മുളകൾ, അതായത് മഞ്ഞ നിറത്തിലുള്ള ഇല്ലി ഭയങ്കരമായിട്ട് വളർന്നു നിൽക്കുന്നൊരു സ്ഥലമാണ്. കുറച്ചങ്ങോട്ട് മാറിയിട്ട് പച്ച മുളകൾ വളർന്ന സ്ഥലമുണ്ട്. ഇത് രണ്ട് വെറൈറ്റിയാണ്. അപ്പോൾ ചില സമയത്തൊക്കെ ഈ വേലി കെട്ടാൻ വേണ്ടി ഈ മുള വേണം. അപ്പോൾ എൻ്റെ ഫാദർ പറയും, മുള വെട്ടണം. ഞാൻ ചെന്ന് മുള വെട്ടി മറിച്ചിടും. പിന്നെ ചിലപ്പോൾ ഞാനും ഫാദറും കൂടി ആയിരിക്കുള്ളൂ. അത് മുള പൊട്ടിച്ച് ചെറിയ വാരികൾ എന്ന് പറയുന്നത് ഇങ്ങനെ കീറി ഓല വെച്ച് അതിലൂടെ ഓല ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കയറൊക്കെ പാകി കെട്ടണം. അത് ഞാൻ അസിസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ നിൽക്കും. പക്ഷേ ഈ മുള വെട്ടിക്കഴിഞ്ഞ് ശേഷം അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ റൂട്ട് സിസ്റ്റം കാണാം. ഈ മുള വേരോടെ പിഴുതെടുക്കാൻ ഭയങ്കര പാടാണ്. മുളയുടെ കുറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ റൂട്ട്സ്, ഇങ്ങനെ അതും പല മുളകളുടെ റൂട്ട്സ് പലതും കെട്ട് പിണഞ്ഞ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഈ റൂട്ട് സിസ്റ്റം ഉള്ളത് കൊണ്ട് മുള പെട്ടെന്ന് തകരില്ല. ഓക്കുമരം ഇങ്ങനെ റിജിഡായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഒടിഞ്ഞങ്ങ് പോവും, ബ്രേക്ക് ചെയ്ത് പോവും. കർത്താവിൽ നിലനിൽക്കണം. പറഞ്ഞേ, എന്ത് പ്രശ്നം വന്നാലും, എത്ര കാറ്റ് വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും, പ്രലോഭനം വന്നാലും, വിമർശനങ്ങൾ വന്നാലും, ആളുകൾ പരിഹസിച്ചാലും, സാമ്പത്തിക ക്ലേശമുണ്ടായാലും, കുടുംബ പ്രശ്നമുണ്ടായാലും, സഭയിൽ പ്രശ്നമുണ്ടായാലും, കർത്താവിൽ ഉറച്ചു നിൽക്കണം. പറഞ്ഞേ, കേട്ടായിരുന്നോ? ഇനി അടുത്തത് അപ്പസ്തോലൻ്റെ വായിൽ നിന്ന് പിന്നെ വരുന്ന വാക്കുകൾ തേനിൽ ചാലിച്ച വാക്കുകളാണ്. അദ്ദേഹം പറയുന്ന കുറച്ച് പദപ്രയോഗങ്ങൾ. മൈ ബ്രദേഴ്സ്, എൻ്റെ സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ ആൻഡ് സിസ്റ്റേഴ്സ് അതിൽ ബ്രാക്കറ്റിലുണ്ട്. സഹോദരി സഹോദരന്മാരെ എന്ന് വേണമെങ്കിൽ പറയാം. തൻ്റെ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് വിത്ത് the members of the church in Philippi was stronger than blood relationship. സ്വന്തം കുടുംബാംഗങ്ങളെക്കാൾ, സ്വന്തം കുടുംബക്കാരേക്കാൾ അധികം, രക്തബന്ധങ്ങളെക്കാൾ അധികം ഈ സ്പിരിച്വൽ ബ്രദർഹുഡിനെ അദ്ദേഹം സ്നേഹിച്ചു. ഒന്ന് പ്രാർത്ഥിച്ച് നമുക്കൊക്കെ അതുണ്ടാകട്ടെ. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ സ്വന്തം രക്തബന്ധങ്ങളെക്കാൾ അധികം. അവരൊന്നും കളയണമെന്നൊന്നും അല്ല ഈ പറയുന്നത്. അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവരെക്കാൾ അധികം മുൻതൂക്കം കൊടുക്കേണ്ടത് ആർക്കാണ്? സഭയിലുള്ള സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പല സഭകളിലും അങ്ങനൊരു സ്നേഹവും കൂട്ടായ്മയും ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്തത് whom I love, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ whom I love. ഇത് ഒരു പ്രത്യേക ദൈവസ്നേഹമാണ്, അഗാപ്പെ ലവ്. അടുത്തത് whom I long for, ഞാൻ നിങ്ങൾക്ക് വാഞ്ചിക്കുന്നു, ഞാൻ വാഞ്ചിക്കുന്നവരായി. ഇത് കാരണം അദ്ദേഹം തടവിലാണ്, പോയെന്ന് കാണാൻ സാധ്യമല്ല, ഒരു വിസിറ്റ് നടത്താൻ സാധ്യമല്ല. അതുകൊണ്ട് അവരെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ വാഞ്ചിക്കുകയാണ്. എനിക്കുണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ അനുഭവം, എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ കൂടെ പറയുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നിരുന്ന കാലത്ത് എല്ലാ ആഴ്ചയിലും ആയിരങ്ങളെ കാണുകയാണ്. അവർക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ കണ്ണുനീർ കാണുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കണ്ണുനീർ ചാല് ഇങ്ങനെ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണുനീര് ഇതിലൂടെ, അതിശയോക്തി പറയല്ലോട്ടെ, ഇതിലൂടെ ഇങ്ങനെ ഒഴുകി ഈ ഷർട്ടിൻ്റെ കൈയുടെ അകത്തൂടെ പോയി മുട്ടുകൈയിലൂടെ ഇങ്ങനെ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കണ്ണുനീരല്ല, ജനങ്ങളുടെ കണ്ണുനീർ. അപ്പോൾ ഈ കൊറോണ എല്ലാം വന്ന സമയത്ത് ആരെയും കാണാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്തൊരു വാഞ്ച, ഒന്ന് കണ്ടിരുന്നെങ്കിലും, ഒന്ന് നേരിട്ടൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ജനങ്ങളെ, സഭയിലുള്ളവരെ. അപ്പോൾ ഇന്ന് എനിക്കത് മനസ്സിലാവും എന്താണ് ഈ പൗലോസ് പറയുന്നതെന്നുള്ളത്. അടുത്തത് മൈ ജോയ്, എൻ്റെ സന്തോഷമാണ് നിങ്ങൾ. അതായത് ഫിലിപ്പിയിലുള്ള ആളുകളുടെ മുഖമൊക്കെ ഓർക്കുമ്പോൾ അകത്തൊരു സന്തോഷം വരും, സഹോദരങ്ങളോടുള്ള ആ സ്നേഹത്തിൽ നിന്ന്. Then the people whom we win to Christ gives us joy.
എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിന് വേണ്ടി നേടിയെടുത്ത ആത്മാക്കൾ നമുക്കൊരു സന്തോഷം നൽകും. മൈ ക്രൗൺ, അടുത്തത് എൻ്റെ കിരീടമായുള്ളവരെ. കിരീടം എന്ന് പറഞ്ഞാൽ എവിടെ വെക്കുന്നത് എന്ന് വെച്ചാൽ ദ ഫിലിപ്പിയൻസ് വേർ ഹീസ് ഗ്ലോറി. തൻ്റെ മഹത്വമാണ്, തൻ്റെ എല്ലാമാണ്, തൻ്റെ ക്രെഡിറ്റാണ്. ബിക്കോസ് ഹി വാസ് പ്രൗഡ് ഓഫ് ദം. എ മിനിസ്റ്റേഴ്സ് പ്രൈഡ് ഈസ് ദ പീപ്പിൾ ഹി വിൻസ് ടു ക്രൈസ്റ്റ്. ഒരു ശുശ്രൂഷകൻ്റെ അഭിമാനം എന്ന് പറയുന്നത് എന്താണ്? താൻ നേടുന്ന ആത്മാക്കളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതുണ്ടാകട്ടെ, ഇത് കേൾക്കുന്നവർക്കെല്ലാം. നിങ്ങൾ ചിലരെ കർത്താവിലേക്ക് നടത്തി കഴിയുമ്പോൾ, ഓ, ഞാനാണ് അവരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത്, ഞാനാണ് അവരെ കർത്താവിലേക്ക് നടത്തിയത്, ഞാനാണ് അവർക്ക് ബൈബിൾ സ്റ്റഡി എടുത്തത്, ഞാനാണ് ബ്ലെസ്സിങ് ഗ്രൂപ്പ് നടത്തിയത്, ഞാനായിരുന്നു അവരുടെ സോണൽ മിനിസ്റ്റർ, ഞാനായിരുന്നു അവരുടെ ഏരിയ മിനിസ്റ്റർ, റീജിയണൽ മിനിസ്റ്റർ, അല്ലെങ്കിൽ പാസ്റ്റർ, അല്ലെങ്കിൽ ഇന്നയാൾ. ഈ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് സ്റ്റെഫാനോസ് എന്നുള്ളൊരു വേർഡാണ്. സ്റ്റെഫാനോസ് എന്ന് പറഞ്ഞാൽ എ വിക്ടോറിയസ് അത്ലറ്റ്സ് ക്രൗൺ. ഒരു കായിക താരം ജയിച്ചു കഴിയുമ്പോൾ തലയിൽ വെക്കുന്ന കിരീടം. അതായത് ദ ഫിലിപ്പിൻസ് വേർ ദ ഫ്രൂട്ട് ഓഫ് ഹിസ് ഗ്രേറ്റ് ലേബർ ഇൻ ദ ലോർഡ്. കർത്താവിലുള്ള കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഫിലിപ്പിയ സഭയിലുള്ള ആളുകൾ. ദ ക്രൗൺ പുട്ട് ഓൺ എ ഗസ്റ്റ് ഓൺ എ ബാങ്കറ്റ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു വിരുത് സൽക്കാരം നടക്കുന്ന സമയത്ത് പ്രത്യേക വിശേഷ അതിഥിയുടെ തലയിൽ വെച്ച് കൊടുക്കുന്ന കിരീടം. അപ്പോൾ അറ്റ് ദ ഗ്രേറ്റ് ബാങ്കറ്റ് ഓഫ് ഗോഡ് ദേ വിൽ ബി ഹിസ് ക്രൗൺ. ദൈവത്തിൻ്റെ വലിയ വിരുന്ന് ശാലയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഫിലിപ്പിലായിരിക്കും അദ്ദേഹത്തിൻ്റെ കിരീടം. ഇതാണ് ഈ പറയുന്നത്. പിന്നെ വിളിക്കുന്ന പേരാണ് ഡിയർ ഫ്രണ്ട്സ്. എത്ര വാക്കുകൾ ഉപയോഗിക്കുന്നത്! എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ കൂട്ടുകാരെ. ഈസ് യൂസിങ് വേർഡ്സ് ലൈക്ക് വി യൂസ് വേർഡ്സ് ടു എക്സ്പ്രസ് അവർ ലവ് ഫോർ ചിൽഡ്രൻ. ഈ പല വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാത്ത ഒരു ഓമനത്വം, ഒരു വാത്സല്യമാണ് ഈ ജനത്തോട് ഈ അപ്പസ്തോലൻ്റെ ഹൃദയത്തിലുള്ളത്. ഞാനിതൊക്കെ പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു 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 പ്രസരം, ഒരു പ്രവാഹമൊക്കെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മളൊക്കെ പലരെയും തമ്മിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരു ക്രിസ്തുവിലെ ഒരു സ്നേഹം നമ്മളെയൊക്കെ ഒന്ന് പിടിച്ചിട്ടില്ലേ, നമ്മളെയൊക്കെ തമ്മിൽ ചേർത്തൊന്ന് ബന്ധിച്ചിട്ടില്ലേ, കെട്ടിയിട്ടില്ലേ? Now, when you are loved by the pastor of the church, he doesn't want you to perish. He instructs and admonishes. അപ്പോൾ ഒരു ദൈവദാസൻ, ഒരു പാസ്റ്റർ ജനങ്ങളെ സ്നേഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭയങ്കര ഒരാഗ്രഹമാണ് ആരും നശിച്ചു പോകരുത്. ഇത് പിതാവായ ദൈവത്തിനുണ്ട്, പുത്രനായ യേശുവിനുണ്ട്, പരിശുദ്ധാത്മാവിനുണ്ട്, ശുശ്രൂഷകർക്കുണ്ട്. ആരും നശിച്ചു പോലും. ഒരാൾ പിന്മാറ്റത്തിൽ പോയാൽ, ഒരാൾ ആരാധനയിൽ സഭായോഗത്തിൽ കണ്ടില്ലെങ്കിൽ, കൂട്ടായ്മയിൽ കണ്ടില്ലെങ്കിൽ, ബ്ലെസ്സിംഗ് ഗ്രൂപ്പിൽ കണ്ടില്ലെങ്കിൽ, അയ്യോ എന്തു പറ്റി? ആരും നശിച്ചു പോകാൻ ദൈവസ്നേഹം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇവരെ അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ ചില എങ്ങനെ അതിനെ പറയണ്ട, ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, യു ഷുഡ് സ്റ്റാൻഡ് ഫേം ഇൻ ദ ലോർഡ് ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഇവിടെ കൊണ്ടുവരുന്നൊരു പിക്ചർ എന്ന് പറയുന്നത്, ശത്രുക്കൾ വന്ന് ആക്രമിച്ചാലും ഒരു പടയാളി ഉറച്ചു നിൽക്കുന്നത് പോലെ, എത്ര വലിയ അറ്റാക്ക് വന്നാലും ഒരു പടയാളി ഉറച്ചു നിൽക്കുന്നത് പോലെ ഉറച്ചു നിൽക്കണമെന്ന് ഈ പറയുന്നത്. No matter how severe the trial or temptation or influence is, a believer has to stand firm. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ പ്രശ്നം വന്നാലും, പ്രലോഭനമോ പരീക്ഷയോ പരീക്ഷണമോ വന്നാലും ഒരു വിശ്വാസി ഉറച്ചു നിൽക്കണം. വെറുതെ നിൽക്കുകയല്ല, കർത്താവിൽ ഉറച്ച് നിൽക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ദൈവജനം ധാരാളമായി വായിക്കും. ഇതൊക്കെയാണ് നമ്മളെ കർത്താവിൽ ഉറപ്പിച്ച് നിൽക്കുന്നത്. അതുപോലെ കർത്താവിലൊരു പ്രത്യാശ, ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടും. ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 1 കൊരിന്ത്യർ 16:13 എഴുതി വെക്കുക, പിന്നീട് വായിച്ചാൽ മതി. ഗലാത്യലേഖനം 5:1 എഴുതി വെക്കുക, പിന്നീട് വായിച്ചാൽ മതി. പലരും പിന്മാറ്റത്തിൽ പോകാനുള്ള കാരണം എന്താണ്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് പലരും പിന്മാറ്റത്തിൽ പോകുന്നു? അൺവില്ലിങ്നെസ് ടു ലീവ് ദ ലൈഫ് ഓഫ് സിൻസ്. ചില വിശ്വാസികൾക്ക് പാപജീവിതം ഉപേക്ഷിക്കാൻ താല്പര്യമില്ല. സഭയിൽ വരുമെങ്കിലും, ബൈബിൾ വായിക്കുമെങ്കിലും, എല്ലാവരോടും കൂടെ നടക്കുമെങ്കിലും പാപത്തിൽ നിന്നും പുറത്തോട്ട് വരാൻ താല്പര്യമില്ല. ഇത് പിന്നീട് പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. അടുത്തത് ലവ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ സ്നേഹം. ഈ ലോകത്തെ സ്നേഹിച്ചാൽ പിന്മാറിപ്പോകും.
ഉദാഹരണത്തിന് 1 തിമോത്തിയോസ് 4:10 ഡേമാസ്, പാസ്റ്റർ ഡേമാസ് എന്ന് വേണമെങ്കിൽ വിളിക്കുക, സുവിശേഷ വേലയിലുണ്ടായിരുന്ന ശുശ്രൂഷകനായിരുന്നു. ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി എന്ന് പൗലോസ് എഴുതുന്നുണ്ട്. അൺഗോഡ്ലി റിലേഷൻഷിപ്സ് അടുത്ത ഒരു വിഷയമാണ്. പലരും പിന്മാറ്റത്തിൽ പോകാനുള്ള കാരണം പറയുന്നത് ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളിൽ കുരുങ്ങി കിടക്കുക, ഇന്നല്ലെങ്കിൽ നാളെ പോകും. ഈവിൾ കമ്പനി എന്നതിനെ വിളിക്കാം. 1 കൊരിന്ത്യർ 15:33. അടുത്തത് ഫാൾസ് ടീച്ചിങ്, ദുരുപദേശം മുഖാന്തരം ചിലരൊക്കെ പിന്മാറ്റത്തിൽ പോകും. ഗലാത്യലേഖനം 5:7 നമുക്കത് കാണാം. ഇനി 2-ാം വചനത്തിലേക്ക് വേഗത്തിൽ, ഐ പ്ലീഡ് വിത്ത് യോദ്യ ആൻഡ് ഐ പ്ലീഡ് വിത്ത് സിൻഡിക്കെ ടു എഗ്രി വിത്ത് ഈച്ച് അതർ ഇൻ ദ ലോർഡ്. ഇത് മലയാളത്തിൽ വായിച്ച് കഴിഞ്ഞതാണ്. യോദ്യയും സുന്ദക്കയും കർത്താവിൽ ഏകചിന്തയോടുകൂടി ഇരിപ്പാനായിട്ട് ഉത്സാഹിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു ചേർച്ച് എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്, അല്ലേ? പലർ ചേർന്ന് ഒരുമിച്ച് നിൽക്കുകയാണ്. അതിനകത്ത് ഡിസ്യൂണിറ്റിയോ ഡിസ്കോർഡോ ഉണ്ടാകാൻ പാടില്ല, അനൈക്യത ഉണ്ടാകാൻ പാടില്ല. ഇവിടെ അതുണ്ടായി. ലേഡീസ് പ്രോബ്ലം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ഫിലിപ്പ് സഭയിൽ ലേഡീസ് പ്രോബ്ലം ഉണ്ടായി എന്ന് വെച്ചാൽ ചില സഹോദരിമാർ തമ്മിൽ സൗന്ദര്യപ്പിണക്കമോ എന്തൊക്കെയോ പ്രശ്നം അവിടെ ഉണ്ടായി. അന്നത്തെ കാലത്ത് പൊതുവെ സ്ത്രീകൾക്ക് പബ്ലിക് ലൈഫില്ല, പൊതുജീവിതമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്നാൽ മതി. എന്നാൽ മാസിഡോണിയയിൽ അങ്ങനെയല്ലായിരുന്നു. ഈ നാട്ടിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ 13 തോന്നുന്നു, നിങ്ങൾ ചെക്ക് ചെയ്യണം. അവിടെ ഒരു ലേഡീസ് പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ലിഡിയ എന്നൊരു ലേഡി ബിസിനസ് വുമണാണ്. അവരാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്, പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത്. അവിടെയാണ് ആദ്യമായിട്ട് ഈ പൗലോസൊക്കെ ചെന്ന് സുവിശേഷം പറഞ്ഞ അവളാണ് വീട് തുറന്ന് അവിടെ സഭ സ്ഥാപിച്ച് പിന്നീട് കാരാഗൃഹ പ്രമാണിയുടെ കുടുംബം രക്ഷിക്കപ്പെട്ടു. അങ്ങനെ സഭ അങ്ങനെ വലുതായി വരികയാണ്. അങ്ങനെ വന്നപ്പോൾ അതിൽ ഒത്തിരി സ്ത്രീകൾ രക്ഷിക്കപ്പെട്ടു. സ്ത്രീകളാണ് ആ സഭ തുടങ്ങിയെന്ന് പറയാം, ഫിലിപ്പെ സഭ. അതുകൊണ്ട് സ്ത്രീകൾക്ക് അവിടെ പ്രോമിനൻസ് ഉണ്ട്. ഇവിടെ 2 സ്ത്രീകൾ, യോദ്യയും സുന്ദക്കയും, അവർ തമ്മിൽ എന്തൊരു ഒരു പ്രശ്നമുണ്ടായി. പക്ഷേ ഇവർ ആ ചർച്ചിലെ പ്രധാന സ്ത്രീകളുമാണ്, ശുശ്രൂഷക്കാരികളാണ്. ഒഴിവാക്കാൻ പറ്റുമോ, മുടക്കാൻ പറ്റുമോ? അതും പറ്റില്ല. പക്ഷേ എങ്ങനെയെങ്കിലും അവരെ കർത്താവിൽ ഏകചിന്തയോടെ ഇരിപ്പാനായിട്ട് ഉത്സാഹിപ്പിക്കാൻ പറഞ്ഞു. അതിലൊരു സീക്രട്ട് എനിക്ക് മനസ്സിലായി. ഈ പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും വിഭാഗീയതയും വഴക്കും കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം കർത്താവിൽ ഫോക്കസ് ഇല്ലാത്തതുകൊണ്ടാണ്. കർത്താവിൽ ഏകചിന്തയോടെ ഇരുന്നാൽ ഇതൊക്കെ അങ്ങ് ശമിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന പരിഹാരം. ഈ സഭയ്ക്കകത്തുള്ള ക്വാറലിങ് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമില്ല, പണ്ട് കാലം മുതലുള്ളതാണ്, എല്ലാവർക്കും അറിയാം. ഈ 12 ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. പൗലോസും ബർന്നബാസും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കറിയാം. ഇതൊക്കെ എല്ലായിടങ്ങളിലും മനുഷ്യരാണ്, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചാണ് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത്. അതിനുശേഷം ഒരു ലോയൽ യോക്ക് ഫെലോ, ഒരു ഇണയാളിയായുള്ളവയെന്ന് പറയുന്നത് ആരാണെന്ന് അറിയില്ല, ഏതൊരു സഹോദരൻ, വളരെയധികം പൗലോസിനോടൊപ്പം വർക്ക് ചെയ്തൊരു സഹോദരൻ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ക്ലെമൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ പ്രോമിനൻ്റ് മിനിസ്റ്ററായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു മിനിസ്റ്ററാണ്. പിന്നെ പറയുന്നുണ്ട് ദ റെസ്റ്റ് ഓഫ് മൈ ഫെലോ വർക്കേഴ്സ്, ബാക്കിയുള്ള എൻ്റെ കൂട്ടുപ്രവർത്തകർ. അതിൻ്റെ അർത്ഥം അവിടെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ശുശ്രൂഷകരായിട്ടുണ്ടായിരുന്നു ഈ ഫിലിപ്പി സഭയിൽ. അതിൽ പലരും പൗലോസിനോടൊപ്പം അധ്വാനിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ പറയുന്ന ഈ ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായവർ, എൻ്റെ അർത്ഥം ഉറപ്പാണ്, ജീവൻ്റെ പുസ്തകത്തിൽ പേര് ഉണ്ട്. ഈ ഭൂമിയിൽ എത്രയോ പുസ്തകങ്ങൾ, പക്ഷേ അതിലൊക്കെ പേര് വന്നിട്ട് ഒരു കാര്യമില്ല. ജീവൻ്റെ പുസ്തകത്തിൽ പേര് ഉണ്ടായിരിക്കണം. ഈ ജീവൻ്റെ പുസ്തകം ഇരിക്കുന്നത് കുഞ്ഞാടിൻ്റെ കയ്യിലാണ്, സ്വർഗത്തിലാണ്. അപ്പോൾ അതിൽ പേര് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ പേര് അതിനകത്തുണ്ട്. അതായത് ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ഏവനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം മോർണിംഗ് ഗ്ലോറിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് വിടുകയാണ്. എന്നാൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. ട്രബിൾ ഷൂട്ടിംഗ് ടെക്നിക്സ്. എങ്ങനെയാണ് ഹീലിംഗ് റിലേഷൻഷിപ്സ്, എങ്ങനെയാണ് സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, ഒരു കൂട്ടായ്മയിലെ പ്രശ്നം പരിഹരിക്കുന്നത്. അതുതന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിലായാലും ഒരു സ്റ്റാഫ് കമ്മ്യൂണിറ്റിയിലായാലും എവിടെയും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിലൊന്ന് ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അതൊന്ന് ടൈപ്പ് ചെയ്തിടണം, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഫിയർ ഓഫ് ഗോഡ്,
മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 43-44 വചനങ്ങളൊന്ന് കുറിച്ച് വയ്ക്കുക, ഒന്ന് ചെക്ക് ചെയ്യണം അതൊക്കെ തന്നെയാണോ എന്ന്. ദൈവഭയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബന്ധങ്ങളിൽ ഹീലിംഗ് വരും. ട്രബിൾ ഷൂട്ടിംഗ് നടക്കും. ദൈവഭയം ഉണ്ടെങ്കിൽ വേഗത്തിൽ കാര്യങ്ങൾ നടക്കും. അടുത്തത് ഹ്യൂമിലിറ്റി. താഴ്മയുണ്ടെങ്കിൽ വേഗത്തിൽ പ്രശ്നപരിഹാരം നടക്കും. അഹങ്കാരമായിട്ട് ഞാനാണ് ഇവിടുത്തെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പോത്തിനെ പോലെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നപരിഹാരം വളരെ ടഫാണ്. താഴുവാൻ നമ്മൾ തയ്യാറാകണം. യോഹന്നാൻ്റെ സുവിശേഷം 13-14 യേശു കർത്താവിനൊരു മാതൃക കാണിച്ചു. അരയിലൊരു തുണിയൊക്കെ ചുറ്റിയിട്ട് കർത്താവ് നിലത്ത് കുനിഞ്ഞ് മുട്ടിന്മേൽ ഒരുപക്ഷെ ഇരുന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. എന്നിട്ട് പറഞ്ഞു, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കഴുകേണ്ടതാകുന്നു. ബ്ലെസ്സിംഗ് ഫുഡിൽ ഒത്തിരി പ്രാവശ്യം കാല് കഴുകിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ലക്നൗയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ അവിടെയും ശുശ്രൂഷിക്കുന്ന പാസ്റ്റേഴ്സ് ഞങ്ങൾ ടീമായിട്ട് നിന്ന് അവിടെ വന്ന എല്ലാ പാസ്റ്റേഴ്സിൻ്റെയും കാലുകൾ കഴുകിയത് ഞാൻ ഓർക്കുന്നു. പല സ്ഥലങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ആവശ്യമുള്ള ഒന്നാണ് ഫൊർഗീവ്നെസ്, ക്ഷമിക്കുവാനുള്ള കൃപ. അങ്ങനെയെങ്കിൽ കൂട്ടായ്മയിലെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെട്ട് ട്രബിൾ ഷൂട്ടിംഗ് നടക്കും. അടുത്തതാണ് an awareness that this can spoil God's name. ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ദൈവനാമം ദുഷിക്കപ്പെടും എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രശ്നപരിഹാരം നടക്കും. 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഇത് 4ഉം മനസ്സിലുണ്ടായിരിക്കണം, കുറിച്ച് വച്ചിരിക്കണം. എങ്ങനെയാണ് ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചർച്ചിലോ നിങ്ങളുടെ കൂട്ടായ്മയിലോ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ 1 ദൈവഭയം ഉണ്ടാകണം, 2 താഴ്മ എല്ലാവരിലും കൊണ്ടുവരിക, 3 പരസ്പരം ക്ഷമിക്കുക, 4 ഇത് ചെയ്തില്ലെങ്കിൽ ഒത്തൊരുമിച്ച് പോയില്ലെങ്കിൽ ദൈവനാമം ദുഷിക്കപ്പെടുമെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ജനങ്ങളെ ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. വലിയ വിടുതൽ ജനങ്ങൾക്കുണ്ടാകട്ടെ. ഈ തൊണ്ടയിൽ മുഴയോ ഗോയിട്രോ ഈ ഗ്രോത്തോ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഉറക്കത്തിൽ ഇങ്ങനെ സീരിയസായി സ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ആരോ, ആ ഭയം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവ് അറിയാതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ധൈര്യപ്പെട്ട് ഇരിക്കുക. ജോലി ആവശ്യമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു, വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, അതുപോലെ കുഞ്ഞുങ്ങളെ വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നാമത്തിൽ വലിയ അനുഗ്രഹവും വിടുതലും എല്ലാവരിലും. കർത്താവ് നീ പകരുന്നതിനായി നന്ദി. കൈനീട്ടാമോ? ഏത് രോഗത്തിലും പ്രയാസത്തിലും പ്രശ്നത്തിലും കർത്താവ് അത്ഭുതം ചെയ്യണമേ, യേശുവിൻ നാമത്തിൽ. ആമേൻ. സോ ഇന്ന് നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് കയറി. നാളെ നമ്മൾ തുടരുകയാണ്. ഇതിൻ്റെ ലിങ്കൊക്കെ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിലൊക്കെ ഒന്ന് ഇടുക. ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെടട്ടെ. സീ ടുമോറോ. ബൈ.